ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് അവിയലാണ്. വളരെ പെട്ടെന്ന് തന്നെ അവിയൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനു വേണ്ടി ആദ്യം നമുക്ക് കുമ്പളം മുറിക്കാം. കുമ്പളം തൊലി കളഞ്ഞ് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കണം. ഈ ഒരു വലുപ്പത്തിൽ വേണം മുറിക്കാൻ. അടുത്തത് നേന്ത്രക്കായ കഷ്ണങ്ങളാക്കണം. ഇതും കുമ്പള കഷ്ണം പോലെ തന്നെ ആ ഒരു വലുപ്പത്തിൽ അരിഞ്ഞെടുക്കണം. എല്ലാ പച്ചക്കറികളും ഏകദേശം ഒരേ വലുപ്പത്തിലും കനത്തിലും വേണം മുറിച്ചെടുക്കാൻ. ക്യാരറ്റും അതുപോലെ മുറിക്കാം. ഇനി മുരിങ്ങക്കായ തൊലി ചീന്തി മുറിച്ചെടുക്കണം. കുറച്ച് പയർ മുറിച്ചെടുക്കാം. കൈപ്പക്കയുടെ ചെറിയൊരു കഷ്ണവും അരിഞ്ഞെടുക്കുന്നുണ്ട്. കൈപ്പക്ക ചെറിയൊരു കഷ്ണം മതി, കൂടുതലായാൽ കയ്പ്പ് രുചി കൂടിപ്പോവും. ഇനി ഒരു ചേന കഷ്ണവും മുറിച്ചെടുക്കണം. കയ്യിന് ചൊറിച്ചിൽ വരാതിരിക്കാൻ കയ്യിൽ കവറിട്ടാണ് മുറിക്കുന്നത്. കഷ്ണങ്ങൾ കഴുകി ഊറ്റാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പക്കൊട്ടയിലേക്ക് ഇടുകയാണ്. മുറിക്കുന്നതിന് മുന്നേ കഴുകിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് കഴുകേണ്ടതില്ല. 2 നേന്ത്രക്കായാണ് ഞാൻ അരിഞ്ഞിട്ടുള്ളത്. ഇത് ഏകദേശം 2 പിടിയോളം കഷ്ണങ്ങളുണ്ട്. ഈ ഒരു അളവിൽ തന്നെയാണ് ഞാൻ കുമ്പളവും ക്യാരറ്റും ഒക്കെ എടുത്തിട്ടുള്ളത്. മുരിങ്ങക്കായും പയറും മറ്റ് കഷ്ണങ്ങളുടെ പകുതിയേ ഞാൻ എടുത്തിട്ടുള്ളൂ. കയ്പ്പ് ഇതുപോലത്തെ 5-6 കഷ്ണങ്ങളേ ഉള്ളൂ. ഇതൊന്ന് കഴുകി നല്ലപോലെ വെള്ളം ഊറ്റിക്കളയണം. അതിനുശേഷം ഇതെല്ലാം കൂടി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു 5 ലിറ്ററിൻ്റെ കുക്കറാണ്. ഇനി ഒരു 1/2 കപ്പ് തൈര് കട്ട ഉടച്ചെടുക്കണം. നല്ല കട്ടി തൈരാണ് കേട്ടോ എടുക്കേണ്ടത്. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ മുളക് പൊടിയും കഷ്ണങ്ങൾക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി ചേർക്കണം. ഈ കുക്കർ അടച്ച് വേവിക്കാൻ വെക്കാം. വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു വിസിൽ വന്ന് കഴിഞ്ഞാൽ ഉടൻ തന്നെ തീ ഓഫ് ചെയ്യണം. ഇതിപ്പോൾ കുക്കറിൻ്റെ പകുതി ഭാഗം തന്നെ കഷ്ണങ്ങളില്ല. കുക്കറിൻ്റെ പകുതി അതിൻ്റെ മുകളിലോ കഷ്ണങ്ങളുണ്ടെങ്കിൽ തീ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് പ്രഷറൊന്ന് കളഞ്ഞു കൊടുക്കണം. ഇല്ലെങ്കിൽ കഷ്ണങ്ങൾ വേവ് കൂടിപ്പോവും. കഷ്ണങ്ങൾ വെന്ത് വരുമ്പോഴേക്കും അവയിലിനുള്ള അരപ്പ് തയ്യാറാക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ, 2 അല്ലി വെളുത്തുള്ളി, 4 പച്ചമുളക്, 1 നുള്ള് നല്ല ജീരകം, കുറച്ച് കറിവേപ്പില, കുറച്ച് ഉപ്പ് ഇതൊക്കെ ചേർത്ത് ചെറുതായി ഒന്ന് ചതച്ചെടുക്കണം. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ടാൽ മതി. കുക്കറിന് വിസിൽ വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിൻ്റെ പ്രഷർ അടങ്ങിയിട്ടുണ്ട്. തുറന്ന് നോക്കാം. എല്ലാ കഷ്ണങ്ങളും പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. കഷ്ണങ്ങൾ ഉടഞ്ഞിട്ടൊന്നുമില്ല. ഇതിനി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് തീ ഓൺ ചെയ്യാം. കഷ്ണത്തിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് വറ്റിച്ചതിന് ശേഷം പുളി നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ തൈര് ഒഴിച്ചു കൊടുക്കണം. ഞാനൊരു 1/2 കപ്പ് തൈര് ചേർക്കുന്നുണ്ട്. തൈരിൽ 1/2 ടീസ്പൂൺ ശർക്കരയും ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പും ചേർത്താണ് ഒഴിക്കുന്നത്. ഇനി ഇത് പതുക്കെ ഇളക്കി ഒന്ന് വറ്റിച്ചെടുക്കാം. ഇതൊന്ന് വറ്റി വരുമ്പോൾ കഷ്ണങ്ങളൊന്ന് സൈഡിലേക്ക് നീക്കി ചതച്ച് വെച്ച തേങ്ങ നടുഭാഗത്തേക്കിട്ട് കഷ്ണങ്ങൾ ഇതുപോലെ മുകളിലേക്കിട്ട് 1 മിനിറ്റ് ഒന്ന് വേവിക്കണം. ഇനി ഇത് പതുക്കെ ഇളക്കി ചേർക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഇത് രണ്ടും ചേരുമ്പോഴാണ് അവിയലിൻ്റെ യഥാർത്ഥ രുചിയും മണവും കിട്ടുന്നത്. ഇനി തീ ഓഫ് ചെയ്യാം. പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അവിയൽ റെഡിയായി. ഇനി ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്കിത് സെർവ് ചെയ്യാം.